ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ഹെൽത്തി കറിയാണ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. വളരെ ഭയങ്കര പണിയൊന്നുമില്ല. അതിന് അരയ്ക്കാനായിട്ടുള്ള ഒരു മസാലയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ, ഒരു കൈപ്പിടി നിറയെ മതി, വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചേർന്ന് അതും ആദ്യം ചട്ടി വെച്ച് എണ്ണ ശകലം ഒഴിച്ചിട്ട് അര സ്പൂൺ ഉലുവയും അര സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നല്ല ഒന്ന് ചുമന്ന് വരണ വരയ്ക്കും ഒന്ന് വരട്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കൊത്തമല്ലി, പൊടിയല്ല മുഴുവൻ കൊത്തമല്ലി ഇട്ടതിന് ശേഷം അതും ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം കുറച്ച് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ല ഒന്ന് വഴറ്റണം. നല്ല വഴറ്റി അതൊന്ന് ഉള്ളി നല്ല വെന്ത് വന്ന പോലെ അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ഒരു ഹെൽത്തി പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഇടാം. ഇത് തുടവ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. മലയാളത്തിൽ ഇതിന് ഇംഗ്ലീഷ് പേര് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെയൊക്കെ നല്ല മുള്ളു പോലെ ഉണ്ടാവും. ആ ചെടിയുടെ ഇലയാണ് എൻ്റെ തണ്ടെടുക്കാൻ വേണ്ടത്. ആ ഇലയും കൂടെ ഇട്ട് ഇത് നല്ല കഫം കോൾഡൊക്കെ മാറാനായിട്ട് നല്ല ദൂതുവല എന്ന് പറയും തമിഴിൽ, മാറാനായിട്ട് നല്ല ഒരു റെമഡിയാണിത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഒന്ന് വഴറ്റണം. ആ ഇലയുടെ പച്ചവാസനയൊക്കെ ഒന്ന് പോകണം. അതിനാണ് ഇത്രയും നല്ലോണം ഒന്ന് വഴറ്റണത്. നല്ല വഴറ്റി ആ ഇല ഒന്ന് വെന്ത് നായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എരിവിനുള്ള സാധനങ്ങൾ ചേർക്കണം. ഇപ്പോൾ ഇവിടെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. കുറച്ച് പുളിയും ചേർക്കേണ്ടത് ഇതിൽ, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3/4 സ്പൂൺ ചുമന്ന മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് പിന്നെ ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടിയും. ഇതിൽ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് എരിവുണ്ടാവും, അതുകൊണ്ടാണ് ചെറിയ സ്പൂൺ ഒരു 3/4 സ്പൂണാണ് ചേർത്തത്. പിന്നെ കായം പൊടിയാണ് ചേർക്കുന്നത് ഞാൻ. ഇതെല്ലാം കൂടെ നല്ല ഒന്ന് വഴറ്റി അധികം കരിഞ്ഞു പോവാതെ അല്പം എണ്ണ കൂടെ ചേർക്കാം ഇതിലേക്ക്. തീരെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ചേർത്ത് നല്ല ഒന്ന് വഴറ്റി അത് അധികം കരിഞ്ഞു പോവാതെ വഴറ്റി അത് നമുക്കെടുത്ത് ആറാനായിട്ട് വയ്ക്കണം. നല്ലോണം ആറിയതിന് ശേഷം വേണം അത് അരയ്ക്കാനായിട്ട്. ഞാൻ അല്പം എണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളിയും ഇലയും അതെല്ലാം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി കൂടെ എണ്ണ ചേർത്തത്. അത് ആറാനായിട്ട് വെച്ച് കഴിഞ്ഞു. അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇത് ചെയ്യാനായിട്ടുള്ള എണ്ണ കുറച്ച് ഒഴിച്ചു. ഞാനിതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല മണം കിട്ടും ഈ കൂട്ടാൻ. നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിന് ചേർക്കണില്ല. ഈ അരച്ചതും പിന്നെ കുറച്ച് ഉള്ളി മാത്രമേ ചേർക്കണുള്ളൂ. എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് ചെറിയ സ്പൂണിന് 1 സ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തു. ഉലുവ അതിലിട്ടിട്ടുണ്ട് മസാലയിൽ, എന്നാലിത് കടുക് വറുക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരുമല്ലോ, അതിനാണ് ഇട്ടത്. അധികം കശപ്പൊന്നും വരില്ല. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഞാനതിൽ കറിവേപ്പില ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മുരിഞ്ഞ് ഒരു 2 ചുമന്ന മുളക്, വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് നല്ല വറുത്തതുപോലെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു പിടി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിലരിഞ്ഞ ഉള്ളി ഇടുന്നുണ്ട് അതിലേക്ക്. ഉള്ളി മാത്രമാണ് ഇതിൻ്റെ വെജിറ്റബിൾ എന്ന് പറയുന്നത്. ആ ഉള്ളി നല്ല ഒന്ന് മുരിഞ്ഞ് സ്മൂത്തായിട്ട് വരണം. നല്ലൊരു അതിൻ്റെ മണം, ഉള്ളി മുരിഞ്ഞ മണം വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനിതെല്ലാം കൂടെ ഒന്ന് നല്ല മസാലയെല്ലാം നല്ല അരച്ച് നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിടാം. അതിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ
വീട്ടിലുള്ള ക്വാണ്ടിറ്റി അളവനുസരിച്ച് എത്ര പേർക്കാണ് വേണ്ടതെന്നനുസരിച്ച് ഇടാം. ഞാനൊരു പകുതി തക്കാളി കൂടെ ഇതിലൂടെ ചേർത്തിട്ടുണ്ട്, കാരണം വെജിറ്റബിൾസ് ആയിട്ട് വേറെ ഒന്നുമില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ആ അരച്ച മസാല ഇതിൽ ചേർത്ത് ഇനി ഇത് എത്ര ലിക്വിഡ് ആവശ്യമാണോ അതനുസരിച്ച് നമ്മൾ ആ ജാറെല്ലാം കഴുകിയിട്ട് ഒഴിച്ച് ഒരു നല്ലൊരു കറിയാക്കി എടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് അത് വെച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. കഫവും കോൾഡും ഒക്കെ നല്ല കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒരു കറിയായിട്ട് നമ്മൾ യൂസ് ചെയ്യാം, ഒഴിച്ച് കറിയായിട്ട്. അതിൻ്റെ കൂടെ ഒരു പപ്പടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട്. പുളിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. കായം ഇതെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിന് ഇത്തിരി പുളി കൂടെ ചേർത്ത് നല്ല ലിക്വിഡാക്കിയിട്ട്, അധികം ഭയങ്കര വെള്ളമാക്കണ്ട, ഒരളവിന് വെള്ളം, പുളി ഒരളവിന് മതി, ഒരു പകുതി നെല്ലിക്ക ഒരളവിന് മതി പുളി. അത് നല്ല പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അത്രയ്ക്ക് നല്ല ഒരു ഹെൽത്തി കറിയാണ്. കിട്ടുകയാണെങ്കിൽ ഇത് ഓൺലൈനിലൊക്കെ കിട്ടും, ഈ ചെടിയുടെ ഇല നമ്മൾ ഓർഡർ ചെയ്താൽ. തുടവ എന്നാണ് പറയണത് ഇതിൽ, ഇത് മലയാളത്തിൽ തുടവ ചെടി. അത് നമ്മൾ ഗൂഗിളിലിട്ടാൽ കാണാൻ പറ്റും. കഫത്തിന് നല്ല ഒരു റെമഡിയാണ് അത് കൂട്ടാൻ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഇതിന് മുന്നേ ഇത് രസമാണ് വെക്കാറുള്ളത്. ഇപ്പം ഞാനത് കൂട്ടാൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഒരു പിടിയളവിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മിക്സാണിത് ഞാനതിലിപ്പോൾ ഇട്ടത്, ബ്ലാക്ക് കളറിൽ. അത് ഉള്ളിയും വെളുത്തുള്ളിയും, ഉള്ളി നിറയെ കുറേ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നല്ല അരിഞ്ഞ് ചതച്ചിട്ട് അത് വെയിലത്ത് ഉണക്കി എടുക്കുന്നതാണത്. അത് ഈ നമ്മുടെ കാരക്കുഴമ്പ്, തമിഴ്നാട്ടിൽ ഇങ്ങനെ കാരക്കുഴമ്പ് നമ്മൾ തീയൽ അതിനൊക്കെ ഇടുമ്പോൾ നല്ല മണവും നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെറും കൂട്ടാനായിട്ട് തീയൽ പോലെ നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ കിട്ടിയാൽ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.